ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബംഗാളിയിൽ 2018 പുറത്തിറങ്ങിയ ക്രിസ് ക്രോസ് എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഇതൊരു ഹൈപ്പർ ലിങ്ക് ഡ്രാമ സിനിമയാണെന്ന് പറയാം. മൊത്തം 5 സ്ത്രീകളുടെ ജീവിതമാണ് ഇതിൽ കാണിക്കുന്നത്. മാറി മാറി അവരുടെ ജീവിതം നമ്മെ കാണിക്കും. ഈ 5 പേരുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്ന് ഈ 5 പേരും ആഗ്രഹിക്കുന്നു. ഇവർ 5 പേരും അതിൽ നിന്ന് പുറത്തു വന്നോ? ഇവർ 5 പേരും ഒരിടത്ത് വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സിനിമയുടെ ഫുൾ എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു മ്യൂസിക് ബാൻഡിനെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ ഇവർ റോഡിൽ നിന്നാണ് മ്യൂസിക് ചെയ്യുന്നത്. ഇവർക്ക് ഇപ്പോഴും പ്രോഗ്രാമുകളൊന്നും കിട്ടുന്നില്ല. അതോർത്ത് എല്ലാവരും കുറച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഇതൊക്കെ മതി, നിർത്താം എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഒരു പെൺകുട്ടി മാത്രം ആരെങ്കിലും നമ്മുടെ മ്യൂസിക് കണ്ട അവസരം തരും, അതുവഴി തുടർന്ന് അവസരങ്ങൾ ലഭിക്കും, നമ്മുടെ ജീവിതം മാറും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ അത് അംഗീകരിക്കുന്നു. അവർ അവിടെ മ്യൂസിക് പാട്ട് എന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നു. ഇവരുടെ പാട്ട് കാണിക്കുന്നതിനൊപ്പം കഥയിലെ 5 കഥാപാത്രങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ 5 കഥാപാത്രങ്ങളെ കുറിച്ചും അവരെ കാണിക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറയാം. പാട്ടിന്റെ ഇടയ്ക്കിടെ അവരെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ 5 പേരിൽ ആദ്യത്തെ പെൺകുട്ടിയുടെ പേര് ഐറ എന്നാണ്. ഇവരൊരു മാഗസിൻ തയ്യാറാക്കുന്നിടത്താണ് ജോലി ചെയ്യുന്നത്. രാത്രി മുഴുവൻ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഇവരുടെ ബോയ്ഫ്രണ്ടിന്റെ പേര് അർജുൻ എന്നാണ്. ഇവളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അർജുനാണ് ഐറയെ എഴുന്നേൽപ്പിക്കുന്നത്. അവൾക്ക് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സത്യത്തിൽ അർജുനും ഇവളും ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇവർ രണ്ടുപേരും ഒരേ വീട്ടിൽ അടുത്ത് ഇടപഴകുന്നതൊക്കെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അർജുൻ വളരെ സപ്പോർട്ടീവ് ആണെന്നും മനസ്സിലാവുന്നു. അർജുന് ഒരു നല്ല ജോലിയുണ്ട്, എങ്കിലും ഇവൾക്ക് വേണ്ടി പല ജോലികളിലും സഹായിക്കുന്നുണ്ട്. അർജുന്റെ മാതാപിതാക്കളുടെ 40ാം വിവാഹ വാർഷികം വരാൻ പോവുകയാണ്. അതിന് നീ തീർച്ചയായും വരണം എന്നവൻ പറയുന്നുണ്ട്. ശരി, ഞാൻ ശ്രമിക്കാം എന്നവൾ പറയുന്നു. ഇതിനു മുൻപും പലതവണ ശ്രമിക്കാം എന്ന് പറഞ്ഞ് നീ വരാതിരുന്നിട്ടുണ്ട്. ഇത്തവണയെങ്കിലും നീ തീർച്ചയായും വരണം എന്ന് അർജുൻ പറയുന്നു. അർജുൻ വേഗം ഇവളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഐറയ്ക്ക് കരിയറാണ് പ്രധാനം. അതിനാണ് അവൾ കൂടുതൽ സമയവും കൊടുക്കുന്നത്. ഇത് അർജുന് ഇഷ്ടപ്പെടുന്നില്ല. ശരി, നിങ്ങൾക്ക് വേണമെങ്കിൽ വാ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. അർജുൻ പോയി കഴിഞ്ഞ കുറച്ച് സമയത്തിന് ശേഷം ബോസ് അവിടേക്ക് വരുന്നു. ബോസ് ഒരു ബിസിനസ് വുമനെ കണ്ട് ഇന്റർവ്യൂ എടുക്കണം, അതിന് റെഡിയല്ലേ, ഇന്ന് പണി തീർക്കണം എന്ന് പറയുന്നു. ശരി സാർ എന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. ഇവർ ഒരു പ്രമോഷന് വേണ്ടിയാണ് കഠിനമായി ജോലി ചെയ്യുന്നത്. ഇപ്പോൾ 2ാമത്തെ സ്ത്രീയെ കാണിക്കുന്നു. ഇവരുടെ പേര് സെൻ എന്നാണ്. ഇവർ വലിയൊരു ബിസിനസ് വുമൺ ആണ്. ഇവർ ഭർത്താവുമായി ഡിവോഴ്സ് ആയതാണ്. ആ ഭർത്താവിന്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. സിദ്ധാർത്ഥ് ഇവരെ കാണാൻ വന്നിരിക്കുകയാണ്. സത്യത്തിൽ മകൾ സിദ്ധാർത്ഥിന്റെ കൂടെയാണ്. മകളുടെ പേര് ടിറ്റ്ലി എന്നാണ്. മകൾക്ക് വേണ്ടി ഇവർ മാസാമാസം ഒരു തുക കൊടുക്കും. മകൾക്ക് സുഖമില്ല, അതുകൊണ്ടാണ് മാസാമാസം കൂടുതൽ പണം കൊടുക്കുന്നത്. ആ പണം ഈ മാസം കിട്ടിയില്ല. അത് തരാൻ പറഞ്ഞാണ് ഭർത്താവ് വന്നിരിക്കുന്നത്. ഞാൻ മാനേജറോട് പറയാം, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഭർത്താവിനെ പറഞ്ഞു വിടുന്നു. ഇവർക്ക് ഭർത്താവിനെ ഒട്ടും ഇഷ്ടമല്ല. ഇപ്പോൾ സെന്നിന്റെ മാനേജർ, മാഡം നിങ്ങളോട് ഇന്റർവ്യൂ എടുക്കാൻ ഒരു പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, വിടണോ എന്ന് ചോദിക്കുന്നു. അതൊന്നും അയക്കേണ്ട, ഓഫീസിൽ വേറെ ഒരുപാട് പണിയുണ്ട് എന്നവർ പറയുന്നു. അതോടൊപ്പം സിദ്ധാർത്ഥിന് പണം കൊടുക്കണം, അതിനുള്ള ഏർപ്പാട് ചെയ്യാനും പറയുന്നു. മാനേജറും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. സത്യത്തിൽ ഐറയാണ് ഇന്റർവ്യൂ എടുക്കാൻ വാതിലുകൾ കാത്തു നിൽക്കുന്നത്. എനിക്ക് അകത്ത് പോകണമെന്ന് ചോദിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാണെന്നും പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ബിസിനസ് വുമൺ പോകാനായി പുറത്തേക്ക് വരുന്നത്. മാഡം, നിങ്ങൾ ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞിരുന്നല്ലോ, പ്ലീസ് മാഡം എന്ന് ഐറ ചോദിക്കുന്നു. ഇല്ല, എനിക്ക് വേറെ ജോലിയുണ്ട്, സോറി എന്ന് പറഞ്ഞ് അവരും കാറിൽ കയറാൻ പോകുന്നു. അപ്പോൾ ഐറ ബിച്ച് എന്ന് പറയുന്നു. ഐറ പറഞ്ഞത് സെന്നിന്റെ ചെവിയിൽ വീണു. അതിനാൽ തിരികെ ഐറയോട് സംസാരിക്കാൻ വരുന്നു. ഈ ആണാധിപത്യ ലോകത്ത് ബിച്ച് ആയിരുന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതെ, ഞാൻ ബിച്ച് തന്നെയാണ് എന്നൊക്കെ പറയുന്നു. ഇന്റർവ്യൂ അല്ലേ വേണ്ടത്, പോകുന്ന വഴിയിലെടുത്തോ, കാറിൽ കയറ് എന്ന് പറയുന്നു. ഇപ്പോൾ മോണിക്ക എന്നൊരാളെ കാണിക്കുന്നു. ഇവരുടെ സഹോദരനാണ് അർജുൻ. ഇപ്പോൾ അനിയത്തിക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുകയാണ്. ഞാൻ തീർച്ചയായും വരും, പക്ഷെ ഐറ ഇപ്പോഴും തീരുമാനം പറഞ്ഞിട്ടില്ല, അവൾ ഇത്തവണയും വരുന്നത് സംശയമാണ് എന്ന് പറയുന്നു. ഐറ വരാത്തത് അവന് വളരെ വിഷമമാക്കുന്നുണ്ട്. അതെല്ലാം അനിയത്തിയോട് സങ്കടത്തോടെ സംസാരിക്കുന്നു. നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആണല്ലോ, ഇതേക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ഐറ ചോദിക്കുന്നു. ഞാൻ സക്സസ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം അടുത്തിടെ ഞാൻ ചെയ്ത പല പ്രൊജക്ടുകളും പരാജയപ്പെട്ടു. ഞാനിപ്പോൾ തന്നെ പല പ്രശ്നങ്ങളിലും പെട്ടിരിക്കുകയാണ് എന്നവർ പറയുന്നു. എന്തുകൊണ്ട് ബിസിനസ് വുമനെ മാത്രം സക്സസ്ഫുൾ ആയി കാണുന്നു? സാധാരണ വീട്ടമ്മമാരൊന്നും സക്സസ്ഫുൾ അല്ലേ? അവരും സക്സസ്ഫുൾ ആണ്. സത്യം പറഞ്ഞാൽ അവരാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വീട്ടുജോലിയും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ഒരു വീട്ടമ്മയായി ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം എന്നൊക്കെ അവർ പറയുന്നു. അവർ അങ്ങനെ ഒരു ജീവിതമാണ് ആഗ്രഹിച്ചത്, പക്ഷെ ശരിയായ ഭർത്താവിനെ കിട്ടിയില്ല. അവർ പറയുന്നത് കേട്ട് ഐറയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. സീൻ കട്ട് ചെയ്ത് ഒരു വീട്ടിൽ ഒരാൾ വീട്ടുജോലി ചെയ്യുന്നതായി കാണിക്കുന്നു. ഇവർ ആ വീടിന്റെ മരുമകളായിരിക്കും. പേര് രൂപ. അമ്മായിയമ്മ ഇവരെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. അമ്മായിയമ്മ പോര് എല്ലാ വീട്ടിലും ഉള്ളതാണ്. അത് സാരമില്ലെന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു പീഡനം കൂടി ഇവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. സത്യത്തിൽ ഭർത്താവിന്റെ അനിയൻ ഇവരോട് ഇടയ്ക്കിടെ മോശമായി പെരുമാറുന്നുണ്ട്. ഇവരുടെ
കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷത്തിൽ കൂടുതലായി, പക്ഷെ ഇവർക്ക് കുട്ടികളില്ല. വേണമെങ്കിൽ ഞാൻ സഹായിക്കണോ എന്നൊക്കെ അവൻ ഇടയ്ക്കിടെ ചോദിക്കും. അവരും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കൂടാതെ ഇവർക്ക് ചുമയുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഭർത്താവിന് കഴിക്കാനുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്നു. ചുമച്ചുകൊണ്ടാണ് എടുത്തു കൊടുക്കുന്നത്. ഭർത്താവും ദേഷ്യപ്പെടുന്നുണ്ട്. 3 മാസമായി ചുമച്ചുകൊണ്ടിരിക്കുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ, ആ ഡോക്ടർ എന്താണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. രൂപയും റൂം വിട്ട് പുറത്തേക്ക് വരുന്നു. വീണ്ടും ഈ അനിയൻ വന്ന് ഇവരെ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. അവൻ ഇത്രയധികം സ്വാതന്ത്ര്യം എടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. സത്യത്തിൽ ഭർത്താവ് ജോലിക്ക് പോകാറില്ല, വരുമാനം ഒന്നുമില്ല. ഈ പയ്യനാണ് കുടുംബം നോക്കുന്നത്. അതുകൊണ്ടാണ് അവൻ ഇവരോട് ഇടയ്ക്കിടെ സ്വാതന്ത്ര്യം എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ രൂപ അതിനൊന്നും ഇടം കൊടുക്കാറില്ല. ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇതുവരെ 3 സ്ത്രീകളെ കാണിച്ചു. ഇപ്പോൾ 4ാമത്തെ സ്ത്രീയെ കാണിക്കുന്നു. ഇവരുടെ പേര് മെഹർ എന്നാണ്. ഇവർ സൈഡ് ആക്ട്രസ് ആണ്. എങ്ങനെയെങ്കിലും ലീഡ് റോൾ ചെയ്യണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ മുസ്ലിം കുടുംബമാണ്. അമ്മയും അനിയനും മാത്രമാണ് ഉള്ളത്. അനിയന് സുഖമില്ല. ഇവർ കൃത്യസമയത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അനിയനെ നോക്കിക്കോണം അമ്മേ, ഞാൻ ജോലിക്ക് പോവാണ് എന്ന് മകൾ പറയുന്നു. വാടക ബാക്കിയുണ്ട്, വേഗം ഏർപ്പാടാക്കണം എന്ന് അമ്മ പറയുന്നു. ശരി അമ്മേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് മകൾ അവിടെ നിന്ന് പോകുന്നു. മെഹർ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെന്റിലാണ് 5ാമത്തെ പെൺകുട്ടിയും താമസിക്കുന്നത്. ഇവരുടെ പേര് സൂസി എന്നാണ്. ഇപ്പോൾ മകനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്നു. അവിടെയുള്ള ആൺകുട്ടികൾ സൂസിയെ കളിയാക്കുന്നുണ്ട്. ശരിയായ സമയത്ത് ഒരു ആന്റി വന്ന് ആ കുട്ടികളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നു. ഈ പ്രായത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് കഷ്ടമാണ്. എല്ലാവരും മുതലെടുക്കാൻ ശ്രമിക്കും. നിന്റെ മകനും ഒരു സപ്പോർട്ട് വേണം. അതുകൊണ്ട് 2ാമതൊരു കല്യാണത്തെ കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ ആ ആന്റി പറയുന്നുണ്ട്. ഈ ആന്റി ഇടയ്ക്കിടെ മകനെ നോക്കാറുണ്ട്. നിങ്ങൾ പറഞ്ഞനുസരിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞ് സൂസി മകനെയും കൂട്ടി അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ മകനെ സ്കൂളിൽ വിടാൻ വന്നിരിക്കുകയാണ്. വിട്ടിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അവിടുത്തെ മദർ സൂസിയെ നിർത്തുന്നു. സത്യത്തിൽ മകന്റെ ഫീസ് ഇവർ അടച്ചിട്ടില്ല. നിങ്ങൾ ഒഴികെ എല്ലാവരും ഫീസ് അടച്ചു. നാളെ രാവിലെ വരുമ്പോൾ ആദ്യത്തെ പണിയായി ഫീസ് അടയ്ക്കണം, ഇല്ലെങ്കിൽ മകന് തുടർന്ന് പഠിക്കാൻ കഴിയില്ല എന്ന് ആ മദർ പറയുന്നു. തീർച്ചയായിട്ടും അടയ്ക്കാം, പൈസയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരും അവിടെ ഉറപ്പിച്ചു പറയുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച സൂസിയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ഹൗസ് ഓണർ മെഹറിനെ തടഞ്ഞു നിർത്തി വാടക എവിടെയെന്ന് ചോദിക്കുന്നു. വേഗം തരാം എന്ന് പറയുന്നുണ്ട്. 2 മാസമായി വാടക തരാനുണ്ട്, വേഗം എനിക്ക് വാടക വേണം. നീ അഭിനയിച്ച് ഒരുപാട് സമ്പാദിക്കുന്നില്ലേ, പിന്നെന്താ എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഇവർ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. വേഗം തരാൻ നോക്കുക എന്ന് പറഞ്ഞ് ഹൗസ് ഓണർ പോകുന്നു. ഇപ്പോൾ സെന്നിനെ കാണിക്കുന്നു. ഇവർ ഒരു ആഡ് ഏജൻസിയാണ് നടത്തുന്നതെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ പല പ്രൊജക്ടുകളും ഇവർ നിർത്തിവെച്ചിരിക്കുകയാണ്. ചെയ്യണോ വേണ്ടയോ എന്ന സംശയത്തിലാണ്. സാമ്പത്തികമായി കുറച്ച് പ്രശ്നത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. ഇവർ നേരത്തെ ഡിസൈനർമാരെ വേണമെന്ന് പരസ്യം കൊടുത്തിരുന്നു. അത് കണ്ട് സൂസി ഇവരോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. മാഡം, ഞാൻ ഡിസൈനർ വർക്ക് നന്നായി ചെയ്യും, ചില ഡിസൈനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നോക്കൂ എന്ന് പറഞ്ഞ് കാണിക്കാൻ വരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഡിസൈനർമാരെ ആവശ്യമില്ല എന്ന് സെൻ പറയുന്നു. പ്ലീസ് മാഡം, എന്റെ ഡിസൈനുകൾ ഒന്ന് നോക്കൂ എന്നവർ കാണിക്കാൻ ശ്രമിക്കുന്നു. ദേഷ്യം വന്ന സെൻ ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് മാനേജറോട് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു. രൂപയ്ക്ക് ചുമയുടെ പ്രശ്നം 3 മാസമായിട്ടുണ്ട്. ഇപ്പോൾ മരുന്ന് വാങ്ങുന്ന ഡോക്ടർക്ക് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. ആ മരുന്നും ഗുളികളും കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞിരുന്നല്ലോ, 3 മാസമായിട്ട് മാറിയിട്ടില്ല, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും, നീ ചെക്ക് ചെയ്യാൻ വാ, നമുക്കൊരു ടെസ്റ്റ് എടുത്ത് നോക്കാം എന്ന് ഡോക്ടർ പറയുന്നു. ഇവർ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ പിന്നിൽ വരുന്നു. അവൻ ഇവരെ മോശമായി സ്പർശിക്കുന്നു. പേടിച്ച് ഇവർ പെട്ടെന്ന് തിരിയാണ്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എന്നെ വിട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്മ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവനും നിശബ്ദനായി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ മെഹർ ഒരു ഓഡിഷൻ വന്നിരിക്കുകയാണ്. ബോയ്ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലത്തെ ഡയലോഗുകൾ പറയുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡയറക്ടർ ആ ബട്ടൺ ഒന്ന് അഴിക്കേ, അപ്പോഴായിരിക്കും ശരിയാവുക എന്ന് പറയുന്നു. ഇവർ ഒരു ബട്ടൺ അഴിക്കുന്നുണ്ട്. വീണ്ടും അതേ ഡയലോഗ് പറയുന്നു. എന്നാൽ അയാൾ ഒരു ബട്ടൺ അഴിച്ചാൽ പോരാ, 2-3 ബട്ടൺ അഴിക്കുക, അപ്പോഴേ ഈ കഥാപാത്രത്തിന് ശരിയാവൂ എന്ന് പറയുന്നു. അയാൾ മോശം ഉദ്ദേശത്തോടെയാണ് ഇത് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവർ കൂടുതലൊന്നും സംസാരിക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നു. ഇവിടെ നടന്നതൊക്കെ കൂടെയുള്ള ഒരു പെൺകുട്ടിയും ശ്രദ്ധിച്ചിരുന്നു. നമ്മളുടെ ഇത് ഗ്ലാമർ ഇൻഡസ്ട്രിയാണ്, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അതിന് മെഹർ, എനിക്ക് അഭിനയിക്കാൻ അറിയാം, അതിന് ടെസ്റ്റ് വെച്ചാൽ ഓക്കെ, മറ്റു കാര്യങ്ങൾക്ക് ടെസ്റ്റ് വയ്ക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇന്ന് ലീവ് എടുക്ക്, പോവാമെന്ന് അർജുൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ഐറയ്ക്ക് ജോലിയുണ്ട് അർജുൻ എന്ന് പറയുന്നു. എപ്പോഴും ജോലിയുണ്ട് എന്ന് തന്നെ. ഒരു ബോയ്ഫ്രണ്ട് എന്ന നിലയിൽ എന്റെ കൂടെ നീ സമയമേ ചെലവഴിക്കുന്നില്ല. ഇന്ന് എന്റെ മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ദിവസമാണ്, അന്ന് പോലും നീ വരില്ലേ? ശരി, നീ വരണ്ട എന്ന് അവൻ പറയുന്നു. ഇവർ അതോർത്ത് വളരെ വിഷമിക്കുകയാണ്. സൂസി മെഹറിന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ഇപ്പോൾ മെഹറിന്റെ അനിയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും അടുത്ത് വന്ന് സംസാരിക്കുന്നു. ആകെ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്താ കാര്യം, എന്തെങ്കിലും സഹായം വേണോ എന്ന് അമ്മ ചോദിക്കുന്നു. മെഹറിന്റെ അമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാകില്ല. ചോദിക്കണമെങ്കിൽ മെഹറിനോട് തന്നെ ചോദിക്കണം. ഇവരോട് പറയണ്ട എന്ന് സൂസി കരുതുന്നു. ഒന്നുമില്ലമ്മേ, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഇപ്പോൾ മെഹറിന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. മെഹറും എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് നാളേക്കകം സ്കൂൾ ഫീസ് അടയ്ക്കണം, നിന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നു. അതിന് മെഹർ പറയുന്നു, ഞാനും പ്രശ്നത്തിലാണ്, വാടക പോലും കൊടുക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇപ്പോൾ ഐറ മെഹറിന് ഫോൺ ചെയ്യുന്നു. ഇവർ സംസാരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഐറ, മെഹർ, അർജുൻ 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അർജുൻ കുറച്ച് അപ്സെറ്റ് ആണല്ലോ, അതേക്കുറിച്ചിട്ടാണ് ഐറ പറയുന്നത്. ഞാൻ വരുന്നത് കഷ്ടമാണ്, നീ അവനോട് സംസാരിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നു. അർജുനോട് സംസാരിക്കാനല്ലേ, ഞാൻ നോക്കിക്കൊള്ളാമെന്ന് മെഹറും പറയുന്നു. അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും അവസരം കിട്ടുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഐറയ്ക്ക് പെട്ടെന്ന് സെന്നിന്റെ കാര്യം ഓർമ്മ വന്നു.
ആ സെൻ ഒരു ആഡ് ഏജൻസിയാണ് നടത്തുന്നത്. അവിടെ പോയി അവസരം ചോദിച്ചു നോക്ക്, കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ലേഡി ഭയങ്കര റൂഡാണ്, കുറച്ച് ശ്രദ്ധിച്ച് പെരുമാറണം എന്നും പറയുന്നു. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് മെഹർ സമ്മതിക്കുന്നു. അങ്ങോട്ടേക്ക് പോകാം എന്നും കരുതുന്നു. രൂപ അടുത്ത വീട്ടിലെ ചേച്ചിയോടാണ് തന്റെ കഷ്ടപ്പാടുകളെല്ലാം പറഞ്ഞ് കരയാറുള്ളത്. അതുപോലെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മ കുട്ടിയില്ല എന്ന് പറഞ്ഞ് എപ്പോഴും രൂപയെ വഴക്ക് പറയാറുണ്ടെന്ന് തോന്നുന്നു. എനിക്കല്ല കുഴപ്പം, എൻ്റെ ഭർത്താവിനാണ് കുഴപ്പം. ഇതൊന്നും എൻ്റെ അമ്മായിയമ്മയ്ക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ അവിടേക്ക് വരുന്നു. വന്നവൻ ആന്റിയോടും കുറച്ച് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. എന്നിട്ട് പോവാണ്. ഇവനെന്താ ഇങ്ങനെ എന്ന് ആ ആന്റി ചോദിക്കുന്നുണ്ട്. എൻ്റെ അമ്മായിയമ്മയുടെ ശല്യം പോരാഞ്ഞിട്ട് ഇവന്റെ ശല്യം വേറെ എന്ന് രൂപ പറയുന്നു. അപ്പോൾ അവൻ ഇടയ്ക്കിടെ മോശമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ടെന്ന് ആ ആന്റിക്കും മനസ്സിലാവുന്നു. ഇപ്പോൾ രൂപ മോഡേൺ ഡ്രസ്സ് ഇട്ട് പോകുന്ന ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നു. ഇതുപോലെ ഒരൊറ്റ തവണയെങ്കിലും മോഡേൺ ഡ്രസ്സ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഡ്രസ്സ് ഇട്ട് ആ ഹീൽസ് ഇട്ട് നടന്നാൽ എങ്ങനെയുണ്ടാവും? കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ച് ചിരിക്കുന്നു. കുറച്ചു നേരം ആ ചേച്ചിയോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു. ഇപ്പോൾ മെഹർ സെന്നിനെ കാണാൻ വരുന്നു. തന്റെ ഫോട്ടോസ് എല്ലാം അവരെ കാണിക്കുന്നുണ്ട്. സെൻ അതൊക്കെ നോട്ട് ബാഡ് എന്ന ഭാവത്തിൽ നോക്കുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴത്തേക്ക് ആളെ ആവശ്യമില്ല, ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞ് ഫോട്ടോസ് തള്ളി മാറ്റുന്നു. ഫോട്ടോസ് താഴെ വീഴുന്നു. അവൾ അതെല്ലാം കുനിഞ്ഞെടുക്കുകയാണ്. മെഹർ പറയുന്നുണ്ട്, ലുക്ക് മാത്രം വെച്ച് തീരുമാനിക്കരുത് മാഡം, എനിക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്. വേണമെങ്കിൽ ഞാൻ അഭിനയിച്ചൊരു ഫൂട്ടേജ് കാണിക്കണോ എന്ന് ചോദിക്കുന്നു. അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ സിനിമയിൽ പോയി നോക്ക്. മോഡലാകാൻ സൗന്ദര്യം വളരെ പ്രധാനമാണ്. നിനക്കത് ആവശ്യത്തിനില്ല, അതുകൊണ്ട് സ്ഥലം വിട്ടോ എന്ന് സെന്നും പറയുന്നു. ഇപ്പോൾ സൂസി വൈകുന്നേരം മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അപ്പോഴും ആ മദർ വന്ന് സംസാരിക്കുന്നു. നാളേക്കകം ഫീസ് തരണം, നാളെ രാവിലെ വരുമ്പോൾ തന്നെ ഫീസും കൊണ്ടുവരണം, ഇല്ലെങ്കിൽ മകനെ കൊണ്ടുവരണ്ട, വീട്ടിൽ വെച്ചോ എന്ന് പറയുന്നു. എന്ത് പറയണം എന്നറിയാതെ അവൾ സങ്കടത്തോടെ മകനെയും കൂട്ടി അവിടെ നിന്ന് നടക്കുന്നു. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജറെ കാണിക്കുന്നു. സൈഡ് ആർട്ടിസ്റ്റിനെയൊക്കെ സാലറി വൈകിയേ കൊടുക്കൂ, എന്നാൽ ഇയാൾ ഒരു പെൺകുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നതുകൊണ്ട് അവൾക്ക് വേഗം സാലറി കൊടുക്കുന്നു. ഇത് ശ്രദ്ധിച്ച മെഹർ, സാർ എനിക്ക് അത്യാവശ്യമായി പൈസ വേണം, സാലറി കുറച്ച് നേരത്തെ തന്നാൽ നന്നായിരുന്നു എന്ന് ചോദിക്കുന്നു. മാഡം എത്ര പടത്തിൽ ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട് എന്ന് അയാൾ കളിയാക്കുന്നു. ഹീറോയിന് മാത്രമേ ഉടനെ സാലറി കിട്ടൂ, നിന്നെ പോലത്തെ സൈഡ് ആർട്ടിസ്റ്റിനൊക്കെ വൈകിയേ കിട്ടൂ, പോ എന്ന് പറയുന്നു. ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നത് കൊണ്ടാണ് അയാൾ ഇത്ര റൂഡായി സംസാരിക്കുന്നത്. അവളും സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു. സെന്നിന്റെ മകൾക്ക് അടുത്തിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം മകളെ കണ്ടിട്ടില്ല. ശരി, മകളെ ഇന്നൊന്ന് കാണാമെന്ന് കരുതി വീട്ടിലേക്ക് വരുന്നു. നോക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ വീട്ടിൽ നിന്ന് ഒരു യുവതി പോകുന്നു. ഇതാരാണ് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഉടനെ മാനേജർക്ക് ഫോൺ ചെയ്ത് വീട്ടിൽ നിന്നൊരു പെണ്ണ് പോയി, അതാരാണ് എന്ന് ചോദിക്കുന്നു. സിദ്ധാർത്ഥ് സാറിന്റെ പുതിയ ഗേൾഫ്രണ്ട് ആണ് എന്ന് മാനേജർ പറയുന്നു. ഇത് കേട്ട് ഇവർ ഞെട്ടിപ്പോവാണ്. ഇയാൾ മകളെ ശ്രദ്ധിക്കുന്നില്ല, വേറെ പെണ്ണുമായി കറങ്ങുകയാണ് എന്നൊക്കെ ദേഷ്യപ്പെടുന്നു. ഡോക്ടർ നേരത്തെ രൂപയോട് ചെക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. റിസൾട്ടിനെ കുറിച്ച് പറയുന്നു. സത്യത്തിൽ നിങ്ങളുടെ തൊണ്ടയിൽ ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ട് അവർ ആകെ തകർന്നു പോവാണ്. ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ മോളെ എന്ന് ഡോക്ടർ വീണ്ടും പറയുന്നു. ഇവരൊന്നും മിണ്ടാതെ അവിടുന്ന് പുറത്തേക്ക് വരുന്നു. ത്രോട്ട് ക്യാൻസർ ആണെന്ന് ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ്. മെഹർ സങ്കടത്തോടെ നടന്നു വരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി ഭിക്ഷ ചോദിച്ചു വരുന്നുണ്ട്. ഇവരുടെ കയ്യിലുള്ള 50 രൂപ നോട്ട് കൊടുക്കുന്നു. ആ കുട്ടി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വാങ്ങി പോകുന്നു. ഇപ്പോൾ സൂസിയെ കാണിക്കുന്നു. മകനെയും കൂട്ടി ചർച്ചിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രൂപ വീട്ടിൽ നിന്ന് വല്ലാതെ വിഷമിച്ച് കരയുന്നു. ഇപ്പോൾ ഐറ ബോസ് ഏൽപ്പിച്ച് ജോലി തീർക്കുന്നു. ശരി, ഞാൻ തീർത്തു പോകാം അല്ലേ എന്ന് ബോസിനോട് ചോദിക്കുന്നു. ബോസ് പറയുന്നുണ്ട്, ഇത്തവണ മാഗസിന്റെ നടുവിലത്തെ പേജുകൾ നീയാണ് കവർ ചെയ്യാൻ പോകുന്നത് എന്ന്. ഇവർ അത്ഭുതപ്പെടുന്നു. കാരണം വലിയ ആളുകളെയാണ് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാറ്. തനിക്ക് അവസരം കിട്ടിയല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുന്നു. എന്നാൽ എന്ത് ന്യൂസാണ് അവർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. നീ തന്നെ ആ ന്യൂസ് കണ്ടുപിടിക്കണം എന്ന് അയാൾ പറയുന്നു. നീ നന്നായി ജോലി ചെയ്യുന്ന കാര്യം ഞാൻ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുകൂടി ശരിയായി ചെയ്താൽ നിനക്ക് പ്രൊമോഷൻ കിട്ടും എന്ന് പറയുന്നു. ഇപ്പോൾ അതും ചെയ്യണമല്ലോ എന്നോർത്ത് ഇവർ ആലോചിക്കുകയാണ്. ഇപ്പോൾ സൂസി സങ്കടത്തോടെ ചർച്ചിലിരിക്കുകയാണ്. മെഹറും ഇവരോട് സംസാരിക്കാൻ അങ്ങോട്ടേക്ക് വരുന്നു. മെഹറിന് പൈസ റെഡിയാക്കാൻ പറ്റിയില്ല, അതേക്കുറിച്ച് സൂസിയോട് പറയുന്നു. സൂസിയും വിഷമിക്കുകയാണ്. ഈ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അത് തെറ്റല്ലെന്ന് തോന്നും എന്നൊക്കെ പറയുന്നു. ഈ വാക്ക് കേട്ടതും മെഹറിന് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നു. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ എന്താ എന്നാ പെൺകുട്ടി പറഞ്ഞത് ഓർക്കുന്നു. കുറച്ച് അത്തരം പടങ്ങളിൽ അഭിനയിച്ചാൽ എന്താ എന്നൊക്കെ ആലോചിക്കുന്നു. നീ വിഷമിക്കണ്ട, നിനക്കുള്ള പൈസ നാളെ രാവിലെ കിട്ടും, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നടക്കുന്നു. കുറച്ച് അഡൽട്ട് കണ്ടന്റ് ഉള്ള സിനിമയുടെ ഷൂട്ടിംഗ് ഒരിടത്ത് നടക്കുന്നുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആൾ തന്നെയാണ് ഡയറക്ടറും. ഇപ്പോൾ ഇയാളെ കണ്ട് സംസാരിക്കാനാണ് മെഹർ വന്നിരിക്കുന്നത്. മെഹർ നേരത്തെ ചെറിയ റോളുകൾ ചെയ്തതുകൊണ്ട് ഇയാൾക്ക് മെഹറിനെ നന്നായിട്ട് അറിയാം. തീർച്ചയായിട്ടും ഞാൻ അവസരം തരാം, പക്ഷേ ഒരു ഓഡിഷൻ നീ ചെയ്യണം എന്ന് പറയുന്നു. ഈ പടത്തിന് എന്തിനാ ഓഡിഷൻ, എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ അവർ പറയുന്നു. ഈ പടം സാധാരണമായി കരുതണ്ട, എക്സ്പ്രഷനൊക്കെ നന്നായിട്ട് കൊടുക്കണം, നിനക്കത് പറ്റുമോ എന്ന് ഞാൻ ചെക്ക് ചെയ്യണ്ടേ, കാണിക്കാന്നൊക്കെ ചോദിക്കുന്നു. ഇപ്പോൾ അടുത്ത് വന്ന് ഇവരെ കിസ് ചെയ്യാൻ വരുന്നു. അവൾ അതൊക്കെ സഹിച്ച് മിണ്ടാതെ നിൽക്കുകയാണ്. ശരി, ഇന്ന് വൈകുന്നേരം തന്നെ ഷൂട്ടിംഗ് വെക്കാം എന്ന് പറയുന്നു. ഇവർ ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഐറ ബസ്സിൽ വരുന്നത് കാണിക്കുന്നുണ്ട്. എന്ത് ന്യൂസാണ് തിരയുക എന്നൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ ഓഫീസിലുള്ള പെൺകുട്ടി എന്തെങ്കിലും കിട്ടിയോ എന്ന് ഫോൺ ചെയ്യുന്നു. ഇതുവരെ കിട്ടിയില്ല, കിട്ടിയാൽ ഞാൻ വിളിക്കാം, എന്നെ ശല്യപ്പെടുത്താതെ എന്ന് പറയുന്നു. ഇവരുടെ ക്യാമറയുടെ ലെൻസ് ക്യാപ്പ് താഴെ വീഴുന്നു. അമൻ എന്നൊരാള് അത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവർ അരികിലാണ് ഇരിക്കുന്നത്.
ഏയ് ജോലിയേക്കാൾ വലുതാണ് ജീവിതം, സൂക്ഷിച്ചു നിൽക്ക് എന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് പോകുന്നു. ഇപ്പോൾ രൂപ വീട്ടിൽ വരുന്നുണ്ട്. ഭർത്താവ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് കഴിക്കാനുള്ള മരുന്ന് പോലും ഇവരാണ് എടുത്തു കൊടുക്കുന്നത്. അതുപോലെ ഇവരും മരുന്ന് കഴിക്കുന്നുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു, പ്രശ്നം ഇപ്പോൾ പോകുമെന്ന് എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. ഇനി പോകില്ല, എനിക്ക് ത്രോട്ട് ക്യാൻസർ ആണ് എന്ന് പറയുന്നു. എന്ത്, ത്രോട്ട് ക്യാൻസറോ? ഓപ്പറേഷൻ വല്ലതും വേണോ? എത്ര ചെലവാകും എന്നൊക്കെ ഭർത്താവ് ചോദിക്കുന്നു. എത്ര ചെലവാകുമെന്നറിഞ്ഞാൽ നിങ്ങൾ സമ്പാദിച്ചു തരുമോ, അതോ സമ്പാദിക്കാൻ എന്നെ തന്നെ വിടുമോ? ഇവിടെ തന്നെ അടിമയെ പോലെ വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ സംസാരിക്കുന്നു. അയാൾക്കും ദേഷ്യം വരുന്നുണ്ട്. നീ ഓവറായി സംസാരിക്കുകയാണോ എന്ന് ചോദിച്ച് വഴക്കിടുന്നു. രണ്ടുപേരും തമ്മിൽ തർക്കമാവുന്നു. ഭർത്താവ് ദേഷ്യപ്പെട്ട് അടുത്ത റൂമിലേക്ക് പോകുന്നു. എന്തോ വഴക്ക് നടന്നെന്ന് അനിയന് മനസ്സിലാവുന്നു. അവൻ അവിടേക്ക് വന്ന്, എന്താ കുട്ടികളില്ലാത്തതിനെ ചൊല്ലി വീണ്ടും വഴക്കായോ? എന്റെ ചേട്ടന് പറ്റില്ല, ഞാൻ കുഞ്ഞിനെ തരാം എന്ന് പറയുന്നു. തരാൻ പറ്റുമോ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും തരാം എന്ന് പറഞ്ഞ് അവൻ അടുത്തു വരുന്നു. ഇവർ അവന്റെ കരണത്ത് ആഞ്ഞൊരടി കൊടുക്കുന്നു. തെണ്ടി നായെ, ഞാൻ ക്ഷമിച്ചിരിക്കുമ്പോൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അടിക്കുന്നു. ഈ ശബ്ദം കേട്ട് ഭർത്താവും അമ്മയും വരുന്നു. എന്തിനാ ഇവൻ അടിക്കുന്നത് എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഇവൻ എപ്പോഴും എന്നോട് മോശമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട് എന്നവർ പറയുന്നു. എന്നാൽ അമ്മയും ഭർത്താവും അത് വിശ്വസിക്കുന്നില്ല. എന്റെ അനിയനെ കുറിച്ച് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞ് ഭർത്താവ് രൂപയുടെ കരണത്തടിക്കുന്നു. അപ്പോൾ അമ്മായിയമ്മ 5 വർഷമായിട്ട് ഒരു കുഞ്ഞിനെ തരാൻ പറ്റിയില്ല, പക്ഷെ സംസാരം കണ്ടില്ലേ, പറയുന്നതെല്ലാം നുണയാണ് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു. ദേഷ്യം വന്ന രൂപ, ഞാൻ വിചാരിച്ചാൽ എനിക്കൊരു കുഞ്ഞിനെ തരാൻ പറ്റും, പക്ഷെ നിങ്ങളുടെ മകന് അതിന് കഴിയില്ല എന്ന് പറയുന്നു. അയാൾക്കൊന്നും മിണ്ടാൻ പറ്റാതെ ആവുന്നു. ഇവർ ഇനി ഈ വീട്ടിൽ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങുന്നു. മെഹർ ആ മോശം പടത്തിൽ അഭിനയിക്കാൻ തീരുമാനിക്കുന്നു. അയാൾ അടുത്തു വരുന്നത് പോലത്തെ സീനാണ്. എന്നാൽ അയാൾ പെട്ടെന്ന് കിസ് ചെയ്യുന്നു. ഇവർ എഴുന്നേൽക്കാണ്. കിസ് ചെയ്യുന്ന സീൻ ഇല്ലായിരുന്നല്ലോ, എന്തിനാ കിസ് ചെയ്തേ എന്ന് ചോദിക്കുന്നു. സ്പോട്ടിൽ ചില ഇംപ്രൂവൈസേഷൻസ് ഒക്കെ ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്തോ എന്ന് അയാൾ പറയുന്നു. അങ്ങനെയൊന്നും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ വിട് എന്ന് പറയുന്നു. അയാൾ വിടാതെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവന്റെ കരണത്തൊരടി കൊടുക്കുന്നു. അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങുന്നു. ഇപ്പോൾ ഐറയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. പോയ കാര്യം എന്തായി എന്ന് ഐറ ചോദിക്കുന്നു. പോയ കാര്യം നടന്നില്ല എന്ന് മെഹർ പറയുന്നു. ആ ലേഡി അങ്ങനെയാണ്, അവർ പറഞ്ഞ ഒന്നും മനസ്സിൽ വെക്കണ്ട എന്ന് ഐറ പറയുന്നു. അതോടൊപ്പം എനിക്ക് വേണ്ടി അർജുനോട് സംസാരിക്കണം എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവളും ശരിയെന്ന് സമ്മതിക്കുകയാണ്. ആ മദർ പറഞ്ഞതോർത്ത് സൂസിയും വീട്ടിലെത്തുന്നു. മകൻ വന്ന ഉടനെ എനിക്ക് മാഗി വേണം എന്ന് ചോദിക്കുന്നു. ഇരിക്കും മോനെ, ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഇവർ കിച്ചണിലേക്ക് വരുന്നു. നോക്കുമ്പോൾ മാഗി പാക്കറ്റ് എല്ലാം കാലിയായിരിക്കുന്നത് കാണുന്നു. അപ്പോഴാണ് ഇവർ തന്റെ പാസ്റ്റ് ഓർക്കുന്നത്. ഇവർ ഒരു ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ ഇവർ പ്രണയിച്ച് കല്യാണം കഴിച്ചയാൾ ഒരു 1 നമ്പർ കുടിയനായിരുന്നു. എപ്പോഴും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഇവരെ സമാധാനമായി ജോലി ചെയ്യാനും സമ്മതിക്കില്ല. അയാളും ഒരു ജോലിയും ചെയ്യില്ല. വല്ലാതെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അതെല്ലാം ഓർക്കാണ്. ഇപ്പോൾ തിരിച്ച് മകന്റെ അടുത്ത് വരുന്നു. അമ്മ ഇന്ന് സൂപ്പ് ഉണ്ടാക്കി തരാം എന്ന് പറയുന്നു. സൂപ്പൊന്നും വേണ്ട, എനിക്ക് മാഗി തന്നെ വേണം എന്ന് പറഞ്ഞ് ആ കുട്ടിയും വാശി പിടിക്കുകയാണ്. സെൻ എന്തിനു വേണ്ടി സിദ്ധാർത്ഥിനെ കാണാൻ വരുന്നു. ഇപ്പോൾ ലിഫ്റ്റിൽ കയറാൻ വരുന്നു. അവിടെ മോനിയുണ്ട്. ഇവർ ആരാണെന്ന് മോനിക്കയ്ക്ക് അറിയാം. അതുകൊണ്ട് മോനിക്ക അടുത്ത് വന്ന് സംസാരിക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ 40ാം വെഡിങ് ആനിവേഴ്സറി ഇന്ന് നടക്കുന്നുണ്ട്, ഫ്രീ ആണെങ്കിൽ വരണം എന്ന് പറഞ്ഞ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നു. ശരി, ശ്രമിക്കാം എന്ന് പറഞ്ഞ് അവരും ഇൻവിറ്റേഷൻ വാങ്ങുന്നു. ഇപ്പോൾ മെഹർ അർജുനെ ഒരിടത്ത് വെച്ച് കണ്ട് സംസാരിക്കുന്നു. അർജുൻ ഗേൾഫ്രണ്ടിനെ കുറിച്ച് പരാതി പറയുന്നു. എന്റെ കൂടെ സമയമേ ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നു. നീ അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്ക്. ജീവിതത്തിൽ അടുത്ത ലെവലിലേക്ക് പോകാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയല്ല ഇതൊക്കെ ചെയ്യുന്നത്, മനസ്സിലാക്കുക എന്നൊക്കെ മെഹർ പറയുന്നു. അവനും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ശരി, നിന്റെ കാര്യം പറ, ഇപ്പോൾ ഏത് സിനിമയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ പ്രൊജക്ട് ഒന്നുമില്ല, നിനക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ റെഫർ ചെയ്യുക എന്ന് മെഹർ പറയുന്നു. എന്റെ ഫ്രണ്ട് അമൻ എന്നൊരാളുണ്ട്, ആഡ് ഏജൻസിയാണ് നടത്തുന്നത്, അവനെ വേണമെങ്കിൽ കണ്ടു നോക്ക് എന്ന് അർജുൻ പറയുന്നു. ഇപ്പോൾ രൂപയും ഒരു ജ്വല്ലറിയിൽ വരുന്നു. കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം വിറ്റ് പണമാക്കുന്നു. ഇവർക്ക് ചെറിയ ഡ്രസ്സ് ഇട്ട് നോക്കാനും ഹീൽസ് ഇട്ട് നടക്കാനും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതുപോലത്തെ ഡ്രസ്സ് വാങ്ങുന്നു. ഇപ്പോൾ സങ്കടത്തോടെ റോഡിലൂടെ നടന്നു പോവാണ്. അമൻ എന്ന് നേരത്തെ ഒരാളെ കാണിച്ചിരുന്നല്ലോ, അയാളെ കാണാനാണ് മെഹർ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫൈലൊക്കെ കൊള്ളാം, അർജുൻ റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, എങ്കിലും ഇപ്പോൾ ജോലി തരാൻ പറ്റില്ല, നിലവിൽ ഒരു വലിയ പ്രൊജക്ടിന്റെ പണി നടക്കുകയാണ്. ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അപ്രൂവൽ കിട്ടണം. അപ്രൂവൽ കിട്ടിയാലേ ആ പ്രൊജക്ട് ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ കിട്ടിയാൽ നിങ്ങൾക്ക് അവസരം തരാൻ ശ്രമിക്കാം എന്നയാൾ പറയുന്നു. സാരമില്ല അമൻ സാർ എന്നവൾ പറയുന്നുണ്ട്. സാറെന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി എന്നയാൾ പറയുന്നു. നിങ്ങൾ എനിക്ക് വർക്ക് തന്നില്ലെങ്കിലും സാരമില്ല, നിങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രൊജക്ട് നിങ്ങൾക്ക് കിട്ടാൻ എന്റെ ആശംസകൾ എന്നവൾ പറയുന്നു. ശരി, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. സൂസിക്ക് മകനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. ഇപ്പോൾ അടുത്ത വീട്ടിലെ ആന്റിയെ കാണാൻ വരുന്നു. ആന്റി, എനിക്കൊന്ന് പുറത്തു പോകണം, എന്റെ മകനെ കുറച്ചു നേരം നോക്കാമോ എന്ന് ചോദിക്കുന്നു. ആ ആന്റിയും ശരിയെന്ന് സമ്മതിക്കുന്നു. ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്, തരാൻ വാ എന്ന് പറഞ്ഞ് മകനെ വിളിക്കുന്നു. മകനും വേഗം വീടിനകത്തേക്ക് പോകുന്നു. ഇവനെ സമാധാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആന്റിയുടെ അടുത്ത് വിട്ടിട്ട് പോകുന്നത്. ആ സെൻ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി വന്നത് മുതൽ അപ്സെറ്റ് ആണ്. ഓഫീസിൽ സാലറി കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് എല്ലാവരും പ്രശ്നം ഉണ്ടാക്കുന്നു. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവർ റൂമിലേക്ക് പോകുന്നു. ഇപ്പോൾ സൂസിയും താഴേക്ക് ഇറങ്ങി വരുന്നു. നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയ പയ്യന്മാർ വീണ്ടും സൂസിയോട് പ്രശ്നം ഉണ്ടാക്കുന്നു. പോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ കേൾക്കാതെ സൂസിയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. അപ്പോൾ കറക്റ്റായി മെഹർ അവിടേക്ക് വരുന്നു. വന്ന മെഹർ സ്പ്രേ എല്ലാവരുടെയും മേലടിക്കുന്നു. അത് കണ്ണിൽ കൊണ്ടതുകൊണ്ട് അവർ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഒന്നുമില്ല എന്ന് മെഹർ സമാധാനിപ്പിക്കുന്നു. സെൻ രാവിലെ ഭർത്താവിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാണ് അയാൾ ഓഫീസിൽ വന്നിരിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല,
ടിറ്റ്ലിക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ മിണ്ടാതിരുന്ന സെൻ ദേഷ്യത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. സത്യത്തിൽ ടിറ്റ്ലിയുടെ ഓപ്പറേഷൻ ഫലിക്കാതെ അവൾ മരിച്ചിരുന്നു. എന്നാൽ ഇയാൾ ഓപ്പറേഷൻ എന്ന പേരിൽ ഇവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മകൾ മരിച്ച വിവരം ഇവർ ഇന്നാണ് അറിയുന്നത്. ഇത്രയും നാൾ മകളുടെ പേര് പറഞ്ഞ് ആ ഗേൾഫ്രണ്ടിന്റെ കൂടെ ആ പൈസ വെച്ച് അടിച്ചു വിളിക്കുകയായിരുന്നു എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ആ ഗേൾഫ്രണ്ടിന്റെ കൂടെ വെളിയിൽ പോകാൻ വേണ്ടിയാണ് പൈസ വാങ്ങാൻ ശ്രമിച്ചതെന്നും ഇവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവനെ പിടിച്ച് വഴക്ക് പറയുന്നുണ്ട്. കസ്റ്റഡി എനിക്ക് വേണമെന്ന് വാശി പിടിച്ച് മകളെ നീ കൊണ്ടുപോയി. ഞാൻ നിന്നോട് എത്ര ചോദിച്ചതാണ്, ഇനി നിനക്ക് ഒരു പൈസയും തരില്ല, ആദ്യം ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നു. മകൾ മരിച്ചല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓക്കെ ആണോ എന്ന് മാനേജർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഓക്കെയാണ്, പുറത്തു പോ എന്ന് പറഞ്ഞ് അയക്കുന്നു. സൂസി പറയുന്നു, അവന്മാർ മോശമായി പെരുമാറിയപ്പോൾ എന്റെ ഉപദ്രവകാരിയായ ഭർത്താവിനെയാണ് ഓർമ്മ വന്നത്, അതല്ല എനിക്ക് ഓർമ്മ വന്നു എന്ന ഫീലിങ്സോടെ പറയുന്നു. വിഷമിക്കണ്ട എന്ന് മെഹർ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് സൂസിയുടെ വീട്ടിൽ ഒരുപാട് പെയിന്റിങ്ങുകൾ ഉള്ളത് കാണുന്നത്. ഒരു ഡിസൈനും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ആഡിന് വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് സൂസി പറയുന്നു. ഇതേ ആഡിനെ കുറിച്ചിട്ടാണ് ആ അമനും സംസാരിച്ചത്. അവൻ എന്നൊരാളും ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്, നമുക്ക് അമനെ പോയി കാണാം, അയാൾക്ക് ഇത് അത്യാവശ്യമായി വരും എന്ന് മെഹർ പറയുന്നു. ശരി പോകാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും ഇറങ്ങാണ്. അർജുനും മാതാപിതാക്കളുടെ വീട്ടിൽ വരുന്നു. അർജുനും അനിയത്തി മോനിക്കയും ചേർന്നാണ് അവിടെ ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യുന്നത്. ഇപ്പോഴും ഐറ വരാതെ നിൽക്കുകയാണല്ലോ, അതോർത്ത് അവൻ വിഷമിച്ചിരിക്കുകയാണ്. വിഷമിക്കേണ്ട, അവൾ വരുമെന്ന് അനിയത്തി പറയുന്നു. രൂപ നടന്നു വരുന്ന വഴിയിൽ ഒരു പബ്ബ് കാണുന്നു. ഇപ്പോൾ പബ്ബിനകത്തേക്ക് വരുന്നു. എന്ത് ഓർഡർ ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. അടുത്തൊരു പെൺകുട്ടി കുടിക്കുന്നത് കണ്ട് എനിക്കത് വേണം എന്ന് ചോദിക്കുന്നു. ഇവർ ഇതിനു മുൻപ് മദ്യപിച്ചിട്ടില്ല, അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഇവർക്ക് പിടിക്കുന്നില്ല. ശരി, അവർ കുടിക്കുന്ന പോലെ കുടിക്കാം എന്ന് കരുതി വേഗം കുടിക്കുന്നു. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നിരുന്നല്ലോ, അതെല്ലാം ഇവരുടെ മനസ്സിലേക്ക് വരുന്നു. അതെല്ലാം ആലോചിച്ച് ഇവർ ദേഷ്യത്തിൽ ഡാൻസ് ചെയ്യുന്നു. സെന്നിന് മകളായ ടിറ്റ്ലിയെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ടിറ്റ്ലി മരിച്ചു പോയെന്ന് അറിഞ്ഞല്ലോ. ടിറ്റ്ലിയുടെ ഫോട്ടോ എല്ലാം നോക്കി വല്ലാതെ വിഷമിക്കുകയാണ്. മോളുടെ കൂടെ കളിച്ചതെല്ലാം ഓർക്കുന്നു. ഇപ്പോൾ മെഹറിന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. മെഹർ സമ്പാദിച്ച് കുറച്ച് കാശ് വെച്ചിരുന്നു. എന്നാൽ അനിയന് ഇടയ്ക്കിടെ സുഖമില്ലാതെയാകും. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനിയൻ ബോധം കെട്ട് വീഴുന്നു. അനിയന് വേണ്ടി ഒരുപാട് പൈസ ചെലവാകുന്നു. അതുകൊണ്ടാണ് വാടക പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ വരുന്നത്. അതെല്ലാം നമ്മെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം സൂസിയുടെ ഫ്ലാഷ് ബാക്കും കാണിക്കുന്നു. ഭർത്താവ് ഇടയ്ക്കിടെ ഇവരെ വല്ലാതെ അടിക്കാറുണ്ട്. അതെല്ലാം ഓർത്ത് ഇവർ വിഷമിക്കുകയാണ്. ഇങ്ങനെ ഓരോരുത്തരും വിഷമിക്കുന്നത് മാറി മാറി കാണിക്കുന്നു. ഇപ്പോൾ സൂസിയും മെഹറും കൂടി അമ്മനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അയാൾ അകത്ത് മീറ്റിംഗിലാണ്. നിങ്ങൾ ഇരിക്കുകയെന്ന് അവിടുത്തെ പെൺകുട്ടി പറയുന്നു. അതുകൊണ്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്യാണ്. ആഡിന് വേണ്ടിയുള്ള ഡിസൈൻ കാണാൻ വന്നവരാണ് അകത്തുള്ളത്. അവർക്ക് ഡിസൈൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഈ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നു. ശരി, കുറച്ചുകൂടി സമയം തരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ റെഡിയാക്കാം എന്ന് അയാൾ പറയുന്നു. എന്നാൽ അവർ രണ്ടുപേരും സമ്മതിക്കുന്നില്ല. ഈ സൂസി സെന്നിന്റെ അടുത്ത് ചേരാൻ വേണ്ടി ഒരു ഡിസൈൻ റെഡിയാക്കിയിരുന്നല്ലോ, അതിനു വേണ്ടിയുള്ള ഡിസൈൻ തന്നെയാണ് ഇവരും റെഡിയാക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാവുന്നു. ഞാനിത് ചെയ്യാം എന്ന് പറഞ്ഞ് ഇവർ അവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോൾ വേഗത്തിൽ ആ ഡിസൈൻ ഇവർ ചെയ്തു തീർക്കുന്നു. ക്ലയന്റ് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയപ്പോൾ അമ്മന്റെ കയ്യിൽ പെട്ടെന്ന് ഇത് കാണുന്നു. അമ്മനും അത് ക്ലയന്റിനെ കാണിക്കുന്നു. ക്ലയന്റ്സിന് അത് വളരെ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനത്തെ ഡിസൈനാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്, ഇത് ഞങ്ങൾക്ക് ഓക്കെയാണ്, ഇതിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതി എന്ന് പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് അമനും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രോജക്റ്റ് കൺഫേം ചെയ്തിട്ട് അവർ പോവാണ്. മാഡം, പുതിയൊരു പ്രോജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് മാനേജർ സെന്നിനോട് പറയുന്നു. സെൻ ഇതേക്കുറിച്ചൊന്നും വലിയ കാര്യമായി ചിന്തിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ, അടുത്ത പണി നോക്കണം എന്ന് കരുതുന്നു. ലോൺ അപ്ലൈ ചെയ്ത് വാങ്ങ്, ആദ്യം സാലറി പ്രശ്നം ക്ലിയർ ചെയ്യേ, തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു. മാനേജറും ശരിയെന്ന് സമ്മതിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാൻ പോവാണ്, വെറുതെ ശല്യപ്പെടുത്തരുത്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. ശരിയായ സമയത്ത് മെഹർ അല്ലേ സൂസിയെ കൂട്ടിക്കൊണ്ടുവന്ന് രക്ഷിച്ചത്. മെഹറിനോട് നന്ദി പറയുന്നു. അതുപോലെ സൂസിക്ക് ഡിസൈനിങ്ങിൽ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾ ഇവിടെ തന്നെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞ് ജോലി കൊടുക്കുന്നു. അതോടൊപ്പം പ്രൊജക്ട് വന്നാൽ നിങ്ങളെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിരുന്നല്ലോ, പ്രൊജക്ട് കൺഫേം ആയി, നിങ്ങൾ തന്നെയാണ് മോഡൽ എന്ന് പറയുന്നു. ഇത് കേട്ട് മെഹറും സന്തോഷിക്കുന്നു. ഇപ്പോൾ ഒരു വശത്ത് ഐറയെ കാണിക്കുന്നു. എന്തെങ്കിലും ന്യൂസ് കിട്ടുമോ എന്ന് തിരയുന്നു. അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടി, കിട്ടിയോ, വേഗം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഇതുവരെ കിട്ടിയില്ല, കിട്ടിയാൽ ഞാൻ വിളിക്കാം എന്നിവർ പറയുന്നു. അപ്പോഴാണ് ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് രൂപ ചാടാൻ നിൽക്കുന്നത് ഇവർ കാണുന്നത്. ഇവർ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ പതുക്കെ മുകളിലേക്ക് കയറി വരുന്നു. ഹലോ സിസ്റ്റർ, ഇവിടെ എന്ത് ചെയ്യാണ് എന്നൊക്കെ ഇവരോട് സാധാരണ പോലെ സംസാരിക്കുന്നു. രൂപയും അടുത്തു വരരുത് എന്ന് പറയുന്നു. എങ്കിലും ഐറ അടുത്തു വരുന്നു. എന്റെ പേര് ഐറ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. രൂപ തിരിച്ച് കൈ കൊടുക്കാൻ വരുമ്പോൾ പെട്ടെന്ന് വലിച്ച് പിടിച്ച് രക്ഷിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രൂപ തന്റെ ജീവിതത്തിൽ നടന്ന കഷ്ടപ്പാടുകളെല്ലാം പറയുന്നു. ത്രോട്ട് ക്യാൻസർ വന്നു, ഇനി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ത്രോട്ട് ക്യാൻസർ വന്നതുകൊണ്ടല്ല ജീവിതം അവസാനിപ്പിക്കാൻ നോക്കിയത്, വീട്ടിലെ കഷ്ടപ്പാടുകൾ ഓർത്താണ്. ജീവിതം അവസാനിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ജീവിക്കുന്നത്, വരൂ പോവാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ രണ്ടുപേരും ടാക്സിയിൽ പോവുകയാണ്. അപ്പോൾ ഐറ അർജുന് ഫോൺ ചെയ്ത് സംസാരിക്കുന്നു. ഞാൻ ഇപ്പോഴും ന്യൂസ് റെഡിയാക്കിയിട്ടില്ല, ജോലി പോയാലും സാരമില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്ന് പറയുന്നു. അർജുൻ സന്തോഷിക്കുകയാണ്. ന്യൂസ് കിട്ടിയില്ലെന്ന് കരുതണ്ട, എന്റെ മാതാപിതാക്കളും ഒരു തരത്തിൽ നേട്ടമുണ്ടാക്കിയവരാണ്. 40ാം വിവാഹ വാർഷികമാണ് നടക്കുന്നത്, നീ ഇവിടെ വന്ന് വേണമെങ്കിലും ന്യൂസ് കളക്ട് ചെയ്യാം എന്ന് പറയുന്നു. ഇതും നല്ല ഐഡിയ ആയി ഐറയ്ക്ക് തോന്നുന്നു. ശരിയെന്ന് സമ്മതിക്കുന്നു. ഞാൻ തനിച്ചല്ല വരുന്നത്, എന്റെ ഫ്രണ്ടിനെയും കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് ശ്രദ്ധിക്കുന്ന രൂപയും ചിരിക്കുന്നു.
സെൻ വീട്ടിലേക്ക് പോകാമെന്ന് കരുതുമ്പോഴാണ് മോനിക്ക തന്ന കാർഡ് കാണുന്നത്. കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു. അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഇപ്പോൾ മോനിക്ക ചേട്ടനോട് ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം പാട്ടിനുള്ള ഒരു സൗകര്യവും ചേട്ടൻ ചെയ്തിട്ടില്ല. ശരി, ഞാൻ എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. തുടക്കത്തിൽ ഒരു മ്യൂസിക് ബാൻഡിനെ കാണിച്ചിരുന്നില്ലേ, ആ ബാൻഡിനോട് സംസാരിക്കാനാണ് വരുന്നത്. ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയി തരാം, വന്ന് പ്ലേ ചെയ്യൂ എന്ന് പറയുന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്നു. അപ്പോഴാണ് സെൻ അവിടേക്ക് വരുന്നത്. സെൻ നടന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അനിയത്തിയോട് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ആ ബാൻഡിനെ കൊണ്ട് വായിപ്പിക്കണമെന്ന് സെൻ കരുതുന്നു. ഗൈസ്, അവിടെ ഒന്ന് വായിക്കണം, നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം എന്ന് സെൻ സംസാരിക്കുന്നു. ഫുഡ് മാത്രം തരാൻ വന്ന് വായിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ആ പയ്യന്മാർ വരാതിരുന്നത്. ഈ പയ്യന്മാർ പേയ്മെന്റായി വലിയ തുകയൊന്നും ചോദിക്കുന്നില്ല, കുറച്ചേ ചോദിക്കുന്നുള്ളൂ. കാരണം ഇവർക്ക് വേണ്ടത് അവസരമാണ്. നമുക്ക് ആദ്യത്തെ അവസരം കിട്ടി എന്നോർത്ത് അവർ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ വരാൻ സമ്മതിക്കുന്നുണ്ട്. അവിടെ വന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. വൈകി വരുന്ന ഐറ അർജുനോട് സോറി പറയുന്നു. കെട്ടിപ്പിടിച്ച് പ്രപ്പോസ് ചെയ്യുന്നു. അമൻ അർജുന്റെ ഫ്രണ്ട് അല്ലേ, അമൻ അവിടേക്ക് വന്നിട്ടുണ്ടാവും. ആ 2 പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടാവും. ആകെ മൊത്തത്തിൽ ഈ കഥയിൽ കാണിച്ച 5 പെൺകുട്ടികളും ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. സന്തോഷത്തോടെ അവിടെ സമയം ചെലവഴിക്കുന്നു. അർജുന്റെ മാതാപിതാക്കളുടെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടന്നു കഴിയുന്നു. ഇതോടെ സന്തോഷത്തോടെ ഈ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കണ്ട. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.